ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അമ്മൂസ് വേൾഡ് എന്ന ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഖത്തറിൽ വെക്കേഷന് പോയപ്പോഴെടുത്ത ലഗൂൺ ആ മാളിൻ്റെ വിശേഷങ്ങളായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് പോവാം. ഇതിനകത്ത് ഒരുപാട് ഷോപ്പുകളുണ്ട്. അപ്പോൾ അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ടെഡി ബിയർ വർക്ക്ഷോപ്പ് എന്നുള്ള ആ ഒരു കടയാണ്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളിലേക്കാണ് ഇനി പോകുന്നത്. ഈ ഷോപ്പിൽ ടെഡി ബിയർ കൂടാതെ തന്നെ വേറെ വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇഷ്ടപ്പെടുന്നത് ആയിട്ടുള്ള ഐറ്റംസ് ആയിരുന്നു തോന്നി. പിള്ളേർക്ക് ഏറ്റവും ഇഷ്ടം പാവകളോടെ ആയിരിക്കില്ലേ. അപ്പോൾ അതുപോലെ തന്നെ ടെഡി ബിയർ ഉണ്ടായിരുന്നു, തവള ഉണ്ടായിരുന്നു, പിന്നെ ഹോർസ് ഉണ്ടായിരുന്നു, പിന്നെ ഡോൾഫിൻ ഉണ്ടായിരുന്നു, മീനുണ്ടായിരുന്നു, യൂണിക്കോൺ ഉണ്ടായിരുന്നു. ഈ കടയിൽ കയറാതെ ഇരുന്നെങ്കിൽ നമുക്കത് വളരെ നഷ്ടമായിരുന്നു. പിന്നെ ഈ കടയിൽ എടുത്തു പറയേണ്ടത് പാവകൾക്ക് മാത്രമായിട്ടുള്ള ഡ്രസ്സ്, ചീപ്പ്, അതേപോലെ തന്നെ കബോർഡ്, പിന്നെ അതേപോലെ തന്നെ അവർക്കുള്ള ബണ്ണ്, സ്ലൈഡ്, പൊട്ട് ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആ ഒരു ചിറക് ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതോടൊപ്പം തന്നെ ഡ്രസ്സസ് അതായത് നമ്മളെ ടെഡി ബിയറിനാണെങ്കിൽ ഡ്രസ്സ്, ഫ്രോക്ക്, പിന്നെ അതേപോലെ തന്നെ ഷൂ, പിന്നെ എന്തിനേറെ പറയുന്നു നമ്മളെ മനുഷ്യർക്കുള്ള പോലെ തന്നെ അതുങ്ങൾക്കും ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മേക്കപ്പിൻ്റെ സെക്ഷനിലോട്ട് വരികയാണെങ്കിൽ നമുക്ക് ബ്രേസ്ലെറ്റ്, മാല തുടങ്ങി എന്തിനേറെ പറയുന്നു എല്ലാ സാധനം അടുക്കും ചിട്ടയിട്ട് ഉണ്ടായിരുന്നു. പിന്നെ മിനി ഹാങ്ങർ ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ അവർക്ക് ഇടാൻ പറ്റുന്ന സൈസിലുള്ള ആയതുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കണ്ടിട്ടുള്ളത് അതിൻ്റെ ജട്ടി, സോഫ, അതിനൊക്കെ ഇരിക്കാൻ പറ്റുന്ന ജട്ടി, സോഫ, പിന്നെ അതേപോലെ തന്നെ ഷർട്ട്, കുഞ്ഞു പാവയ്ക്ക് ഷർട്ട്, പിന്നെ അതേപോലെ തന്നെ കോട്ട്, നിക്കറ്, പിന്നെ കബോർഡ്, ഇതിൻ്റെയൊക്കെ ഡ്രസ്സുകൾ വയ്ക്കാൻ പറ്റിയിട്ടുള്ള ഒരു കൊച്ചു കബോർഡും അതിനോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു. അത് പിന്നെ പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇഷ്ടമാവുന്ന ഒരു കട എന്ന് വെച്ചാൽ ഒരു പാവയുടെ വീട് ഇന്ന് തന്നെയാണ് നമുക്ക് പറയാം. നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ടോയ് അവർക്ക് സെലക്ട് ചെയ്ത് കൊടുത്താൽ അവർ പഞ്ഞി നിറച്ച് തരുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ കുളിപ്പിച്ച് ഹെയർ ഡ്രൈയും ചെയ്ത് തരുന്നതായിരിക്കും. അവിടെ തന്നെ അതിൻ്റെ മെഷീനും ഉണ്ട്. അപ്പോൾ എന്നിട്ട് നമുക്ക് കയ്യിലേക്ക് തരും നമ്മൾ മേടിച്ച ടോയ്. അവിടുത്തെ ടോയ്സിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവായിരുന്നു. അപ്പോൾ നമുക്ക് വാങ്ങാൻ പറ്റാത്ത അത്ര റേറ്റ് ആയിരുന്നു അതിന്. അപ്പോൾ അവിടെ നിൽക്കുന്ന ഒരു ഫിലിപ്പൈനി ആൻറ്റി ആയിരുന്നു. ആൻറ്റി ഒന്ന് എടുക്കും മോളെ എന്ന് പറഞ്ഞ് ഒന്ന് കാണിച്ചു തരാം മോളെ എന്ന് പറഞ്ഞ് ഞാനൊരു കേറ്റെടുത്ത് കൊടുത്തു. ആൻറ്റി അപ്പോൾ അതിൽ പഞ്ഞി നിറച്ച് കാണിച്ചു തന്നു. ഈ കേറ്റിന് പഞ്ഞി നിറച്ച് ആൻറ്റി നമുക്ക് വീഡിയോയ്ക്ക് വേണ്ടിയിട്ടും എന്നെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടുമാണ് ആൻറ്റി അത് ചെയ്തു തന്നത്. കേറ്റിനെ പഞ്ഞി നിറച്ചതിന് ശേഷം എൻ്റെ കയ്യിൽ തന്നു. ഞാൻ നോക്കിയിട്ട് തിരിച്ചു കൊടുത്തു. ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു. എനിക്ക് എടുക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും
ഭയങ്കര വില കൂടുതലായതുകൊണ്ട് നമ്മളത് എടുക്കാൻ നിന്നില്ല. എന്നാലും ഇതുപോലൊരു ഷോപ്പിൽ വീഡിയോ എടുക്കാൻ അവസരം തന്ന ആൻറ്റിക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പുറത്തിറങ്ങി. അപ്പോൾ ആ ആൻറ്റി തിരിച്ചു വിളിച്ചു. ആൻറ്റി അതപ്പോൾ എനിക്ക് ഗിഫ്റ്റായിട്ട് തന്നു. ഒരു സ്പെഷ്യൽ നീഡ് അർഹിക്കുന്ന കുട്ടിയായതുകൊണ്ട് അതീതമായ സ്നേഹം തന്നെ ആൻറ്റിക്ക് ഇത് ഡെഡിക്കേറ്റ് ചെയ്യുന്നു.